അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് എനിക്കറിയാം കേട്ടോ. YT സ്റ്റുഡിയോയിൽ നമുക്ക് കാണിക്കുമല്ലോ, അത് കാരണമാണ് ഞാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേന്ന് പറഞ്ഞത്. നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതിന് ശരിക്കും ഇതൊന്നും ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല. നമ്മൾ വേറൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കുവാണെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇവിടെ അനിയൻ സജസ്റ്റ് ചെയ്തിട്ട് വന്നതാണ് അതിഥി ഹോട്ടൽ എന്ന് പറയുന്നത്. കുഴപ്പമില്ല കേട്ടോ. നമ്മള് ഫസ്റ്റ് ടൈം ആണ് വന്നത്. നമ്മൾ ഇതിനു മുമ്പ് അനി ഒരു വട്ടം ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ, ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ട്, പക്ഷെ വഴി എങ്ങനെ മറന്നുപോയി. ഈ ടൈമിൽ എന്തായാലും കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി. പിന്നെ ഇവരെ കൊണ്ടുവരാൻ നമുക്ക് ഐഡിയ ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ഹോട്ടലിലെങ്ങും പോകാൻ ഇറങ്ങിയതല്ല, നമ്മൾ മീൻ മേടിക്കാൻ പോകാൻ ഇറങ്ങിയതാ. കുറച്ച് കായൽ മീൻ മേടിക്കണമായിരുന്നു. ജിയാക്ക് ഇതുവരെ മീനൊന്നും കൊടുത്തു തുടങ്ങിയില്ല, അപ്പൊ കായൽ മീൻ മേടിച്ചു കൊടുക്കണമായിരുന്നു. അങ്ങനെയൊക്കെ പറയത്തില്ലേ, അപ്പൊ അതൊക്കെ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ ഡ്രസ് ചെയ്ത് നിന്നപ്പോൾ ദാ വരുന്നു കരാട്ട ക്ലാസ്സും കഴിഞ്ഞ് ഇവര് മൂന്നുപേരും കൂടെ. അങ്ങനെ ഞാൻ സംഗീത വിളിച്ചു പറഞ്ഞു, എന്തായാലും ഇവർ വന്നില്ല, ഇവരെ കൂടെ കൊണ്ടുപോകാൻ, കുറച്ചായാലും ഇവർ പുറത്തൊക്കെ പോയിട്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ സ്വന്തമായിട്ടൊക്കെ അങ്ങ് റെഡിയാക്കി, മേക്കപ്പ് ഒക്കെ അവർ സ്വന്തമായിട്ടൊക്കെ അങ്ങ് കിട്ടോളാം. അങ്ങനെ അവർ റെഡിയായി. നമ്മളപ്പോൾ പറഞ്ഞു, ഞാനപ്പോൾ മുമ്പേ പറഞ്ഞു നമുക്ക് ഫുഡ് കഴിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോവാം. അതായത് ജിയക്ക് ഗ്യാസ് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഗ്യാസിന്റെ ഒരു പ്രശ്നം വരുമല്ലോ. അങ്ങനെ ജിയക്ക് ഗ്യാസ് കയറും ഇടയ്ക്ക് മുറയ്ക്ക്. അപ്പോൾ അവളുടെ വയറ് നിറഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്കും ഒരു സമാധാനം ഉണ്ട്. എങ്ങോട്ടെങ്കിലും ഒന്ന് ഇച്ചിരി താമസിച്ചൊക്കെ വരുന്നാലും ഫുഡ് കഴിച്ചിട്ടുണ്ടല്ലോ, വിശപ്പടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് എനിക്കൊരു സമാധാനം ഉണ്ട്. അത് കാരണം ഞാൻ ആ ഒരു ഇതാണ് സജസ്റ്റ് ചെയ്തത്. കാത്തുവിന്റെ ചാനൽ ഇടാൻ വീഡിയോ പിടിക്കുകയാണ് കേട്ടോ. കാത്തു ശരിക്കും പറഞ്ഞാല് യൂട്യൂബില് അപ്പൊ പിടിക്കും, അപ്പൊ തന്നെ ഇടുകയും ചെയ്യും. ഷോർട്സ് ആണ് കൂടുതൽ ഇടുന്നത്, ലോങ് വീഡിയോസ് ഒന്നും നമുക്ക് അങ്ങനെ അറിയത്തില്ല. എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എല്ലാം കൂടെ എനിക്ക് പറ്റത്തില്ല, ടൈം ഉള്ളപ്പോൾ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് അത്രയും വലിയ റീച്ച് ഇല്ല. നമ്മൾ ഈ പറയത്തില്ലേ, കഷ്ടപ്പെട്ട് നമ്മളൊരു വീഡിയോ എടുത്ത് അതിന് വലിയ റീച്ച് ഒന്നും എത്തുന്നത്. അത് കുറച്ച് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആയിരുന്നു, അതിന് വലിയ റീച്ച് ഒന്നും ഇല്ല. എന്നാലും അവളുടെ ചാനലിൽ ഓക്കെ, അവളുടെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് എത്രത്തോളം ഉണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ മൂന്നാംകുട്ടി ഒരു സംസം ഉണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വെച്ചിട്ട് മാത്രം ഞാൻ കമ്പയർ ചെയ്യാം, അത്രയ്ക്കൊന്നും വരത്തില്ല കേട്ടോ. ഒരു 50-50 വേണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സും ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. എനിക്ക് അത്രയ്ക്ക് എക്സ്ട്രീം ആയിട്ടൊന്നും തോന്നിയില്ല, ഒരു 50%. സംഗീതക്ക് ഇങ്ങനെ കുറെ കേട്ടിരുന്നപ്പോ സംഗീതക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതാണ് സംഗീതയുടെ മുഖത്തെ ഭാവങ്ങൾ ഇങ്ങനെ മാറുന്നത്. എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ട് അങ്ങ് പോവാ എന്നൊരു മട്ടായിരുന്നു. സംഗീതക്ക് കണ്ണിന് സുഖമില്ല. ദിയയുടെ ആ ഒരു ചടങ്ങിന്റെ അന്നത്തെ ദിവസം തൊട്ട് ഇവളുടെ കണ്ണിന് എന്തെങ്കിലും ചൊറിച്ചിൽ കണക്ക് തുടങ്ങിയിട്ട് ചുമക്കാൻ തുടങ്ങിയതാണ്. ഇപ്പൊ അതങ്ങ് കൂടി വരുന്നു. അപ്പൊ ഒരു കണ്ണ് ഡോക്ടറെ കാണിക്കാൻ നമ്മൾ ഇരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ചിലപ്പോൾ കണ്ണ് ഡോക്ടറെ കാണിക്കാൻ ഞാനും അവളും കൂടെ പോകും. അപ്പൊ അനിയൻ ബിസിയാണ് ഇന്ന്. ഇവര് ശരിക്കും നമ്മള് ഇവരെയും കൊണ്ട് മറ്റേ ആശ്രാമം മൈതാനത്തെ ആ ഒരു ടെസ്റ്റ് കാണാൻ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് ആർക്കും അതിനോട് ഒരു താല്പര്യമില്ല, കാണുകയേ വേണ്ട. അവർക്ക് ലോക സിനിമ കണ്ടാൽ മതി. അതിന് ടിക്കറ്റ് എടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ന് വൈകിട്ട് പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ പോകണമെന്നുള്ള ഒരു രീതിയായിരുന്നു. ഇതാണ് അവിടുത്തെ ഫിഷ് ഫ്രൈയും നാടൻ ചിക്കൻ കറിയൊക്കെ. നാടൻ ചിക്കൻ കറി എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു, കുരുമുളകൊക്കെ ഇട്ട്. പക്ഷെ എനിക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല, പല്ലി കമ്പി ഇട്ടേക്കുന്ന കാരണം. പിന്നെ മീൻകറി എല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പൊ സിനിമ കാണാൻ പോവാൻ നമുക്ക് അവർക്ക് ആശ്രമം മൈതാനത്തൊട്ടേ പോകണ്ടെന്നാണ് അവരുടെ അഭിപ്രായം. പക്ഷെ ഇവരിതൊക്കെ മാറ്റം കേട്ടോ. ഇപ്പൊ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ പറയാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് മൈതാനത്തും കൂടെ പോയിട്ട് ഇറങ്ങിയാൽ എന്താന്ന് വേണമെങ്കിൽ ഇവര് ചോദിക്കും. അങ്ങനെ ഞങ്ങള് മൈതാനത്ത് പോകുന്നില്ല, സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് വൈകിട്ട് ടിക്കറ്റ് എടുക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷെ എനിക്ക് അറിയത്തില്ല എത്രത്തോളം അത് നടക്കും എന്നുള്ള അറിയത്തില്ല. കാര്യം 3 മണിയാകുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോകണം. ഇതിപ്പോ 3:39 ആകുമ്പോഴാണ് ഞാൻ ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ട്രെൻഡ്സിൽ കയറി 3 ലോങ് കുർത്തി എടുത്തിട്ടുണ്ട്. കാര്യം എനിക്ക് ഇതിനു മുമ്പേ ലോങ് കുർത്തി ലെഗിൻസ് എനിക്ക് ചേർത്തോളൂ. ചുരിദാർ ഇട്ട ഇതിനു മുമ്പൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കിടുമ്പോൾ എന്തോ എനിക്ക് ഷാള് മാനേജ് ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി തുടങ്ങി. ഓക്കെ അല്ലാത്തൊരു രീതി എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പൊ അത് കാരണമാണ് ഞാൻ കുർത്തയിലോട്ട് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ലെഗിൻസും എടുത്ത് ആ ഒരു സ്റ്റൈലിങ് തന്നെ എനിക്ക് ചേർത്തോന്ന് എനിക്ക് തോന്നുന്നു. ചിലർ മെലിഞ്ഞിട്ടായത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് നല്ലതായിട്ട് ഒരു സ്റ്റിച്ചിങ്ങിന് ഒരാളിനെ കിട്ടണമെങ്കിൽ കുഴപ്പമില്ല. പിന്നെ തുണി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തുണി ഇതിന് മുമ്പ് എടുത്ത് വെച്ചൊന്നും ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടുമില്ല. പിന്നെ അങ്ങനെ അവിടുന്ന് 3 ടോപ്പ് എടുത്ത് ഇറങ്ങി. കാര്യം സംഗീതത്തിന് ഇറക്കി. പിന്നെ അതുപോലെ അവിടുന്ന് ലെഗിൻസ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. വിശാലിൽ വന്ന് ലെഗിൻസ് എടുക്കാന്ന് വിചാരിച്ചു. അനിയന് ഷർട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ വിശാലിൽ എന്തൊക്കെയായാലും വരുമല്ലോ.
അവിടെ വന്നിട്ട് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ 3 ടോപ്പ് ഞാൻ എടുത്തു. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ എടുത്ത ടോപ്പ് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ 3 ടോപ്പും എടുത്ത് നേരെ നമ്മള് വിശാലിലേക്ക് ഇറങ്ങി. ഇതൊരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരെണ്ണം എനിക്കിത് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് അനിയൻ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് സംഗതിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അപ്പൊ തന്നെ എടുത്തു. പിന്നെ നമ്മള് ഗേൾസ് എല്ലാവരും കൂടെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കുവാണെങ്കിൽ, അതായത് വല്യമ്മച്ചിയുടെ മക്കളും നമ്മളൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കുവാണെങ്കിൽ ഞാൻ അത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാര്യം ഒറ്റയ്ക്ക് നമ്മൾ അങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല. ഒറ്റയ്ക്കെന്നല്ല, ഇരട്ടയ്ക്കായാലും നമ്മൾ അങ്ങനെ വലിയ ട്രാവൽ ഒന്നും നടത്തിയിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് ട്രാവൽ ചെയ്യണം. കുറച്ച് സ്ഥലങ്ങളൊക്കെ വെറുതെ എന്ന് വെച്ചാൽ അതിനകത്ത് എസ്പെഷ്യലി നമുക്ക് ഒരു സ്ഥലം അറിയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ട്രാവൽ ചെയ്യാം, എക്സ്പ്ലോർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം എന്നൊരു ഇത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ കേട്ടോ. ഈ ഒരു ടോപ്പ് എടുക്കാം. അപ്പൊ ഇനിയിപ്പോ ടോപ്പ് പ്രത്യേകിച്ചൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ഇത് സംഗതിക്ക് ഇഷ്ടപ്പെട്ട് സംഗതി തന്നെ കൊള്ളാം, എടുക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് എക്സ്ട്രാ സ്മോൾ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സ്മോൾ എടുത്താൽ പിന്നെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബോഡി ഷേപ്പ് ഒക്കെ അടിക്കണമെങ്കിൽ പിന്നെ അമ്മയുടെ കൈ കൊടുക്കണം. അപ്പൊ വിചാരിക്കും ഈ കാണുമ്പോൾ നല്ല സൈസ്, വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് നല്ല സൈസ് എന്നൊക്കെ തോന്നുമെങ്കിൽ കുറച്ച് നല്ലതായിട്ട് മെലിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ അധികവും കുറച്ചും കൂടെ ഒന്ന് മെലിഞ്ഞു, പണ്ടത്തേനേക്കാളും കുറച്ചും കൂടെ മെലിഞ്ഞു. ട്രെൻഡ്സിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ വിശാലി പോയിട്ട് എടുത്തതെന്ന് വെച്ചാൽ ആങ്കിൾ ലെങ്ത് 2 ഇതെടുത്തു. അതായത് 2 കളർ ലെഗിൻസ്. ആങ്കിൾ ലെങ്തിന്റെ പാന്റിന്റെ പേര് എനിക്ക് ആങ്കിൾ ലെങ്ത് എന്നേ അറിയത്തുള്ളൂ കേട്ടോ. ലെഗിൻസ് ആണോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ അത് 2 എടുത്തു. പിന്നീട് ദിയയ്ക്ക് കുറച്ച് ലോങ് ഇതായിട്ട് എടുക്കണമായിരുന്നു കേട്ടോ. ലോങ് പാന്റുകൾ വേണമായിരുന്നു, അതെടുത്തു. ദിയയെ പിന്നെ കൊണ്ടുപോയ ഒരു രക്ഷയില്ല കേട്ടോ. ദിയയ്ക്ക് ഏതൊക്കെ വേണമെന്ന് ദിയയ്ക്ക് തന്നെ അറിയത്തില്ല. ഞാൻ ഇങ്ങനെ പറയും, ദിയ അത്രയും വേണ്ട, വീട്ടിൽ ഇത്രയും ഡ്രസ്സ് ഉണ്ട്, അത്രയും വേണ്ട, ഇത്രയും വേണ്ട എന്നൊക്കെ പറയുമെങ്കിലും ദിയയ്ക്ക് ആവശ്യമുള്ളത് ദിയ എടുത്തിരിക്കും. ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും, ഞാൻ ഷൗട്ട് ചെയ്യും. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇപ്പൊ അവൾക്ക് അധികം മീൻസ് ഇപ്പൊ അവൾക്ക് ലൂസായിട്ടുള്ള കുറച്ച് പാന്റ് ആവശ്യമാണ്, അത് കാരണം എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. ദിയയുടെ കൊല നിങ്ങൾ കണ്ടോ? ദിയ പ്രേമലു സിനിമയിലെ നായിക കണക്ക് വെട്ടിയിടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പ്രേമലു ഇപ്പൊ എന്ത് രൂപമായെന്നൊന്നും അറിയത്തില്ല. പക്ഷെ കൊള്ളാം. എനിക്കിങ്ങനെ പോണിറ്റെയിൽ കെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ മുടി ഫ്രണ്ടിലോട്ട് പിടിച്ചിടുമ്പോ വലിയ ബോറിങ് തോന്നത്തില്ല. പക്ഷെ അല്ലാത്ത സമയങ്ങളിൽ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നും. 2 വർഷം കൊമ്പൊക്കെ കെട്ടിയിട്ട് ഇത് ഫ്രണ്ടിലൊക്കെ ഇട്ട് ഇല്ല കൊറിയക്കാരി പിള്ളേരൊക്കെ വരുന്ന കണക്ക് ഇങ്ങനെ വരും കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കളിയാക്കും. പക്ഷെ അവൾ എപ്പോഴും പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട മാത്രം മതി. ആർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പൊ എനിക്ക് കണ്ടു വന്നപ്പോ എനിക്ക് കൊള്ളാം, കുഴപ്പമില്ല എന്നൊരു ഇതായിട്ടുണ്ട്. പക്ഷെ അവളടുത്ത് ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും അവൾ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട്, കുഴപ്പമില്ല, നല്ല രസമുണ്ട്, എനിക്ക് കാണുമ്പോ കണ്ണാടി കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടാ തോന്നുന്നതെന്ന് പറയും. പുള്ളിക്കാരത്തി ഇങ്ങനെ ഈ പെയിനൊക്കെ ആയിട്ടിരുന്ന സമയത്ത് ഭയങ്കര സിവിയർ പെയിൻ. എൻ്റെ ഒരു ക്യാരക്ടർ കുറച്ച് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നും കേട്ടോ. ഞാനിങ്ങനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് സ്ഥിരമായിട്ട് ഛർദിലായിരുന്നു. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതറിയോ, ഒന്നെങ്കിൽ മുടി വെട്ടും, അല്ലെങ്കിൽ പിരികം ത്രെഡ് ചെയ്യാറില്ല, മുടി വെട്ടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മൈൻഡ് ഒന്ന് അങ്ങോട്ട് മാറ്റാൻ ശ്രമിക്കും. ജിയാക്ക് ഈ വയറുവേദന എക്സ്ട്രീം ആയിട്ട് വന്നിരുന്ന് കരഞ്ഞ് തേങ്ങുന്ന സമയത്ത് എന്നോട് ഈ മുടിയൊന്ന് വെട്ടിത്തരാൻ സംഗീക്കുഞ്ഞടുത്തൊന്ന് പറയാവോ അമ്മാന്ന്. ഞാൻ വിചാരിച്ചു നിനക്ക് വയറുവേദന എടുത്ത്, വയറുവേദനയൊക്കെ എനിക്ക് എടുക്കുന്നുണ്ട്, കരയുന്നു, കണ്ണീർ കൂടെ കണ്ണീരൊക്കെ വരുന്നു, തേങ്ങുന്നു. ആ ഒരു സമയത്ത് എന്നോട് പറഞ്ഞ. പിന്നെ എനിക്ക് മനസ്സിലായി ഒക്കെ എന്റെ ക്യാരക്ടർ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ സംഗീതത്തിൽ പറഞ്ഞ എടിയൊക്കെ ഒന്ന് മുടി വെട്ടി കൊടുക്കും. അമ്മ നമുക്ക് സംഗീതയ്ക്ക് വയ്യായിരുന്നു നോക്കും. പിന്നെ ഒരു ദിവസം ഞാൻ നോക്കാൻ നേരത്തെ ഇവിടുന്ന് വൈകിട്ട് പോയി വന്നപ്പോ മുടി വെട്ടിയിരിക്കുന്നു. പിന്നെ വന്ന് കുളിച്ച് അമ്മയൊക്കെ ഒത്തിരി വഴക്ക് പറഞ്ഞു ദിയായെ. പിന്നെ നമുക്കും കൊച്ചിലെ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ വെട്ടിയിരുന്ന സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. അത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആരും അറിയാതെ കൊണ്ടുപോയി വെട്ടിയിട്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് സൈഡിലോട്ടൊക്കെ ആ ടൈമിൽ സൈഡിലോട്ട് മുടി വെട്ടിയിരുന്നത് ഒരു ട്രെൻഡ് ആയിരുന്നല്ലോ. അങ്ങനെയൊക്കെയുള്ള കഥകളും നമ്മളും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു കള്ളത്തരമല്ല, നേരിട്ട് പോയി കുഞ്ഞാടത്തുനിന്ന് വെട്ടി ഇങ്ങ് പോരുന്നു. പിന്നെ സംഗീത പറഞ്ഞു ഇടിച്ച് കൂടെ താഴ്ത്തി വെട്ടി എനിക്ക് കണ്ണിന്റെ അടുത്ത് വന്ന് കിടക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ക്ലാസ്സിലൊക്കെ ചെന്നിരിക്കുമ്പോൾ. പിന്നെ ഇവളുടെ സ്വഭാവമില്ലേ, കത്രിക എടുത്ത് വെച്ച് വെട്ടിയാലൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നു കേട്ടോ. ആയുഷിന് ചെറിയൊരു ചുമയും ചെസ്റ്റ് ഇൻഫെക്ഷനും ഉണ്ട്. അപ്പൊ ആന്റിബയോട്ടിക് ഒക്കെ എടുത്തു നമ്മൾ വന്ന വഴിക്ക് വാഴയ്ക്കപ്പം ഇരുന്നോടെ ഉള്ളിയോടെ മേടിച്ചെന്നാണ് വന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചു, അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളത് വെച്ചു. പിന്നെ നേരെ കട്ടിലേ കയറി അവിടെ ഇരുന്ന് എല്ലാരും കൂടി ഇങ്ങനെ നിന്ന് കഴിച്ചു കേട്ടോ. കുറച്ചു നേരമൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി.